ഇന്ന് പിറ്റേന്ന് രാവിലെ കേട്ടോ, അതായത് സൺഡേ മോർണിംഗ് ആണ്. അപ്പൊ ഇന്നലെ നമ്മുടെ ഇവിടെ സ്റ്റേ ആയിരുന്നു ഹോട്ടലില് കോഴിക്കോട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഫ്രഷ് ആയി റെഡി ആയിട്ടിരിക്കുവാണ്. ഇന്ന് നമ്മളിവിടെ നിന്ന് നേരെ വയനാട് പോകണം. ഒരു ഡേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ടയർഡ് ആകുന്ന സ്ഥലങ്ങളിലൊന്നും പോണില്ല. ജസ്റ്റ് നല്ല രീതിയിൽ വയനാട് നിന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം ആവുമ്പത്തേന് തിരിച്ച് കോഴിക്കോട് ഇവിടെ തന്നെ നമ്മൾ റിട്ടേൺ എത്തുകൂടോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാന്. അപ്പൊ നേരെ ഇനി വയനാട്ടിലെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകും. അപ്പോൾ വയനാട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാവരും ഹോട്ടലിൽ നിന്ന് നേരെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം തിരിച്ച് ഹോട്ടലിൽ തിരിച്ചെത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ലഗേജസ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട പേഴ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് സീറ്റ് എല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് പോണ വഴിക്ക് നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്നല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വയനാട് ചുരമൊക്കെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഹോട്ടലിൽ നിർത്തിയാട്ടോ. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. രാവിലെ നമ്മൾ നോൺ വെജ് അങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെജിറ്റേറിയൻ ആണ് രാവിലെ കഴിക്കുന്നത്. അതായത് മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനാണ് നമ്മളിവിടെ കയറിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ട ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശകളും നെയ് റോസ്റ്റുകളും ഒക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വന്ന ഉഴുന്നുവടയും ചായയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാവരും ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവാം കേട്ടോ. അപ്പം നമ്മളത് ചുരത്തിൻ്റെ താഴ്വാരത്തെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ചുരം കയറണം കേട്ടോ. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ലെങ്തുള്ള അതിൽ 9 ഹെയർ പിന്ന് വന്ന ഒരു ചുരമാട്ടോ ഈ താമരശ്ശേരി ചുരം. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടാട്ടോ താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. പണ്ട് കാലത്ത് കുതിരസവാരി ചെയ്ത് വയനാട്ടിൽ എത്താൻ വേണ്ടി നിർമ്മിച്ച ഒരു പാതയായിരുന്നു കേട്ടോ ഈ ഒരു ചുരം. അതിനുശേഷം പിൻകാലത്താണ് വാഹന ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഇത് പുതിയതായി മാറ്റി പണിത് കേട്ടോ. വീതിയൊക്കെ കൂട്ടി വലിയൊരു പാതയാക്കി മാറ്റി കേട്ടോ. ഈ വയനാട് ചുരത്തിന്റെ എൻഡെന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പിലുള്ള ലക്കിടി എന്നൊരു സ്ഥലമുണ്ടോ. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ കയറി പോകുന്ന ഹെയർ പിന്നെ നമുക്ക് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കിൽ കാണാൻ പറ്റുമോ. നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പിന്നിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. കുറച്ച് ഹൈറ്റിൽ കയറി നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഹെയർ പിൻ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കാണാനായിട്ട് അടിപൊളി ഒരു ലുക്കാട്ടോ. അതാണ് ഈ ഒരു വയനാട് ചുരത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ലോഡിംഗ് വണ്ടികളും വലിയ ഹെവി വണ്ടികളൊക്കെ ഈ ചുരത്തിൽ കൂടെ കയറി പോകണം കേട്ടോ. അപ്പം നമ്മൾ ഡ്രൈവിങ് വളരെ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. ഒരുപാട് ഓവർടേക്കിംഗ് ഒക്കെ ഒഴിവാക്കുന്ന കേട്ടോ നല്ലത്. വളവിൽ കൂടെയൊക്കെ ഓവർടേക്കിംഗ് ഒഴിവാക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളത് വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് നമ്മൾ ഹെയർ പിന്നെ കയറി 9ാമത്തെ ഹെയർ പിൻ എത്തി. അപ്പോൾ അവിടെ ഹെയർ പിന്നിൽ നമുക്ക് ചുരത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആ കയറി വന്ന ഹെയർ പിൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ. കാണിച്ചു തരാം. അതിലെയാണ് നമ്മൾ കയറി വന്നത്. അതിലെ കയറി നമ്മൾ അന്യായ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ചുറ്റി കറങ്ങി കയറി നമ്മളിത് ഈ മല കയറി നമ്മളിത് കണ്ടോ ഏകദേശം മലയുടെ ടോപ്പിൽ. ഈ 9ാമത്തെ ഹെയർ പിന്നും കയറി അതിൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് വയനാട് ചുരത്തിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വ്യൂ കിട്ടും കേട്ടോ. മഞ്ഞും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര വ്യൂ അങ്ങ് ശരിക്കും കിട്ടത്തില്ല. മഞ്ഞൊന്നും ഇല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ചുരത്തിൻ്റെ മേളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് ഇതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് കയറി നമുക്ക് മുത്തങ്ങ, ബന്ദിപ്പൂർ വഴി നമുക്ക് കർണാടക, ബാംഗ്ലൂർ എന്നിടങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒരു ചരിത്രം പറയാനാണെങ്കിൽ ടിപ്പു സുൽത്താന്റെ പട്ടാള പാതയായിരുന്നു കേട്ടോ ഈ ഒരു താമരശ്ശേരി ചുരം. ബ്രിട്ടീഷുകാരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസികളായിരുന്നു കേട്ടോ. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നു കളഞ്ഞു കേട്ടോ. ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചെങ്ങലമരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതിയും ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ചെല്ലുവാണെങ്കിൽ ആ ഒരു ചെങ്ങലമരം അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അന്യായ വെയിലാട്ടോ,
സമയം 11:06 വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ ഒരു ചുരം കാണാനായിട്ട് അത് വ്യൂ പോയിന്റ് അവിടെ ഇങ്ങനെ നടക്കും കേട്ടോ. കുറച്ച് നമ്മൾ നടന്ന് മുകളിലേക്ക് കയറുവാണ്. അപ്പോൾ ഞങ്ങൾ ട്രാവലർ ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു വളവോളം തിരിഞ്ഞ് മുകളിലേക്ക് കയറിട്ടോ. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്ക് നടന്ന് കയറി ആ സൈഡിൽ കൂടെയൊക്കെ കാഴ്ചകൾ കണ്ട് വയനാട് ചുരത്തിൻ്റെ വ്യൂവും ഫോറസ്റ്റും ഒക്കെ കണ്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് വണ്ടി മുകളിലേക്ക് നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് അവിടെ നിന്ന് കയറി നമ്മൾ മുകളിലേക്ക് പോകണുള്ളൂ കേട്ടോ. നല്ല വെയിലുമാണ്. നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഏരിയയിലെത്തിയത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ജസ്റ്റ് കാണാനൊക്കെ വന്നവരെ മസ്റ്റായിട്ടൊരു ക്യാപ്പ് എന്തായാലും കയ്യിൽ കരുതണം കേട്ടോ. നല്ല വെയിലുണ്ട്. അതായത് ഫസ്റ്റ് വരുമ്പം ഫസ്റ്റ് കാണുന്നവർക്ക് ഒരു ഭയങ്കര ഒരു ലുക്കും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ളതൊക്കെ തോന്നും കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അത്ര ഒരു ഫീലൊന്നും വരത്തില്ല. ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടോ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടിട്ട് എല്ലാവരും തന്നെ വേഗം പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നും വന്നില്ല. എന്നാൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇത് അവിടെ വണ്ടി നിർത്തിയിട്ട് ആരോ ഈ ഒരു മങ്കിക്ക് ഒരു ഓറഞ്ച് കൊടുത്തു കേട്ടോ. അതവിടെ കറക്റ്റ് തൊലിയൊക്കെ പൊളിച്ച് ഓരോ അല്ലി എടുത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ തിന്നുന്ന പോലെ തന്നെ അതിൻ്റെ ഓരോ നാരുകളെല്ലാം പൊളിച്ച് കളഞ്ഞ് നൈസാട്ടോ കേട്ടോ കഴിക്കുന്നത്. നമ്മളിനി ഇവിടുന്ന് നേരെ അടുത്ത നമ്മുടെ സ്പോട്ടായ ഇല്ലിക്ക് കല്ലിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും അടുത്തൊരു എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കും കേട്ടോ. എങ്കിലാണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഉടനെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.